ജയ് സറാം പുണ്യാത്മാക്കളെ, സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 20, 2026 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 643 വരികളാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: ഹനുമാൻ സീതാ സംവാദം, ലങ്കാമർദ്ദനം, ഹനുമാൻ രാവണ സഭയിൽ. ഇത്രയുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശിംശവാവൃക്ഷ ചുവട്ടിൽ രാക്ഷസികളുടെ മധ്യത്തിൽ രാമനെ സ്മരിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയും അവിടെ രാക്ഷസ സ്ത്രീകളോട് ത്രിജടയുടെ ഉപദേശവും നമ്മൾ കണ്ടു. ത്രിജടയുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന രാക്ഷസിമാരെ നമ്മൾ കണ്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്തത് ഹനുമൽ സീതാ സംവാദം. സീതാദേവി ഈ രാക്ഷസികളുടെ എല്ലാം നടുവിലിരുന്നു കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്: അല്ലയോ ദൈവമേ, നേരം പുലരുമ്പോൾ ഈ രാക്ഷസികൾ എന്നെ ഭക്ഷിക്കുമോ? ബന്ധുക്കളായിട്ട് ഇവിടെ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടുപോയി. എങ്ങനെയെങ്കിലും എൻ്റെ ജീവനെ ഉപേക്ഷിക്കാമെന്ന് കരുതിയാൽ അതിനും യാതൊരു മാർഗവും കാണുന്നില്ല. ഭഗവാനും എന്നെ മറന്നുവെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എന്നോട് അല്പം പോലും കരുണയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് ചിന്തിച്ച് ദുഃഖിച്ച് ഭർത്താവിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ശിംശവാവൃക്ഷത്തിൻ്റെ താണുകിടന്ന ഒരു ശാഖയിൽ പിടിച്ചു നിന്നുകൊണ്ട് സീതാദേവി വിലപിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, നേരത്തെ രാവണൻ സീതാദേവിയുടെ മനസ്സിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞു. സീതാദേവിയോട് സീതാദേവിയുടെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ടും തൻ്റെ മഹിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ സമയത്ത് സീതാദേവി തൻ്റെ ഭർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് മനസ്സിനുണ്ടായ ചെറിയൊരു ചഞ്ചല്യതയാണ്, ഒരു ചാഞ്ചല്യമാണ് ഇവിടെ സീതാദേവി ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വൃക്ഷത്തിന്റെ അഗ്രത്തിൽ മറഞ്ഞിരുന്ന ഹനുമാൻ സ്വാമി സീതയ്ക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ, മറ്റാരും കേൾക്കാത്ത രീതിയിൽ പതിഞ്ഞ സ്വരത്തിൽ അവിടെ ഇരുന്ന് പറയുകയാണ്: വിഖ്യാതമായ ശ്രേഷ്ഠമായ സൂര്യവംശത്തിൽ ദശരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 4 മക്കളുണ്ടായിരുന്നു. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു അവരുടെ പേരുകൾ. മൂത്തവനായ ശ്രീരാമൻ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് തൻ്റെ ഭാര്യയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടെ വനവാസത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് രാവണൻ സന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ജടായുവിനെ കണ്ടു. ചിറകറ്റ് കിടന്ന ജടായുവിന് മോക്ഷം കൊടുത്തു. പിന്നീട് സുഗ്രീവനെ കാണുകയും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുകയും ചെയ്തു. പകരം സീതയെ അന്വേഷിച്ച് സുഗ്രീവന്റെ വാനര സൈന്യം 4 ദിക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അപ്രകാരം സീതയെ അന്വേഷിച്ച് വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. സമ്പാദിയുടെ നിർദ്ദേശമനുസരിച്ച് സമുദ്രം ചാടിക്കടന്ന് ഞാൻ ഇവിടെ വന്നതാണ്. വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഈ പൂങ്കാവനം കാണുവാൻ സാധിച്ചു. ശിംശവാവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഭഗവതിയെയും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ കൃതാർത്ഥനായി തീർന്നു. അല്ലയോ ഭഗവതി, അങ്ങേക്ക് നമസ്കാരം. ഇത്രയും പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി അല്പസമയം മിണ്ടാതിരുന്നു, ഇളകാതിരുന്നു. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിത് ആകാശമാർഗീയ മനോഹരം. സീതാദേവി പറയുകയാണ്, മധുരതരമായി രാമചരിതം കേട്ടിട്ട് സീതാദേവി അല്പം അവിശ്വാസത്തോടു കൂടി പറയുന്നു: ഇതെന്താണ് രാമചരിതം ഞാൻ ഇങ്ങനെ കേട്ടത്? ആകാശത്ത് നിന്ന് ഇപ്രകാരം കീർത്തിച്ച് കേട്ടത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വായു ഭഗവാൻ പറഞ്ഞതാണോ? അതോ മനോവിഭ്രമം കൊണ്ട് എനിക്ക് തോന്നിയതാണോ? വളരെ ദിവസങ്ങളായി ഉറങ്ങാതിരുന്ന അവസ്ഥയിലായതുകൊണ്ട് ഞാൻ സ്വപ്നം കാണാൻ സാധ്യതയില്ല. അതോ ഇനി രാവണൻ തന്നെ ഏതെങ്കിലും മായ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതാണോ? എന്തായാലും ഈ കേട്ടതൊക്കെ സത്യമായി തീരണമേ. ആരെങ്കിലും അത് സത്യമാണ് എന്ന് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ, അഥവാ ഈ പറഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ, ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ അവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകണേ എന്ന് സീതാദേവി പറയുകയാണ്. ഇത് കേട്ട സന്തുഷ്ടനായ ഹനുമാൻ സ്വാമി വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി കൃശശരീരനായിട്ട് ദേവിയുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. അല്പം അകലെ മാറി നിന്നു.
വളരെ ചെറിയ ആ വാനരൂപം കണ്ടപ്പോൾ സീതാദേവിക്ക് ഒരു സംശയം തോന്നി. സീതാദേവി ചിന്തിക്കുകയാണ്, രാവണൻ എന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വാനര രൂപം സ്വീകരിച്ച് വന്നതായിരിക്കുമോ? ഈ സംശയത്തോടുകൂടി ഭയത്തോടു കൂടിയിട്ട് സീതാദേവി തല താഴ്ത്തി നിൽക്കുന്നു. അതുകണ്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, അല്ലയോ ഭഗവതി അമ്മേ, ഈ തൃപ്പാദങ്ങളല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല. എന്നെ സംശയിക്കരുത്. ഞാൻ കപടവേഷധാരിയല്ല. ഞാൻ കോസലേന്ദ്രനായ രാമന്റെ ദൂതനാണ്, സുഗ്രീവന്റെ ഭൃത്യനാണ്, വായുപുത്രനാണ്, പേര് ഹനുമാൻ എന്നാണ്. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ, ഞാൻ കോസലേന്ദ്രനായ രാമന്റെ ദൂതനാണ്. കപടം ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നീല, കർമ്മണ വാച മനസാഭിമാതാവേ, ഞാൻ മനസാ വാച കർമ്മണ, കപടം എന്താണ് എന്ന് എനിക്ക് അറിയുക പോലുമില്ല. ദേവി എന്നെ വിശ്വസിച്ചാലും എന്ന് ഹനുമാൻ സ്വാമി സീതാദേവിയോട് പറയുന്നു. മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സീതാദേവി അതിന് മറുപടി പറയുകയാണ്, സത്യമായിട്ടുള്ള വാക്കുകൾ വളച്ചുകെട്ടില്ലാതെ മൃദുവായിട്ട് സ്ഫുടമായിട്ട് വർണ്ണങ്ങളോട് കൂടിയിട്ട്, സ്ഫുടമായ വർണ്ണങ്ങളോട് കൂടിയിട്ട് ഇപ്രകാരം പറയുന്ന ആളുകൾ ഈ ലോകത്ത് വളരെ കുറവാണ്. അല്ലയോ വായുപുത്ര, ഞാൻ അതുകൊണ്ട് അങ്ങയെ മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യരും വാനരന്മാരും തമ്മിൽ കാട്ടിൽ വെച്ച് സഖ്യമുണ്ടായതിന്റെ കാരണം എന്താണ് എന്ന് നീ പറഞ്ഞാലും, ഭഗവാന്റെ വിശ്വസ്തനായിട്ടുള്ള ഭൃത്യനാണ് എന്നും അദ്ദേഹത്തിന് നിന്നോട് പ്രത്യേക വാത്സല്യമുണ്ട് എന്നും നീ ഇവിടെ പറഞ്ഞുവല്ലോ, അതിൻ്റെയൊക്കെ കാരണം നീ ഒന്ന് പറഞ്ഞാലും എന്ന് പറയുന്നു. ദേവിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഹനുമാൻ സ്വാമി പറയുന്നു, എല്ലാം ഞാൻ വിസ്തരിച്ച് പറയാം. ഭഗവതി അമ്മയെ കേട്ടുകൊണ്ടാലും, രാമദേവനാണെ ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. ഭവതി ഭർത്താവിന്റെ നിയോഗമനുസരിച്ച് അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞതിനു ശേഷം മായാസീതയെ പർണശാലയിലാക്കിയിട്ട് വന്നപ്പോൾ ഭവതിയെ അവിടെ കണ്ടില്ല. ലക്ഷ്മണനോട് ചേർന്ന് രണ്ടുപേരും കൂടി വനത്തിൽ മുഴുവൻ ഭവതിയെ അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ചിറകറ്റ് മരിക്കാറായി കിടക്കുന്ന ജടായുവിനെ കണ്ടത്. ആ ജടായുവിൽ നിന്ന് ഭവതിയുടെ വൃത്താന്തമെല്ലാം അറിഞ്ഞ ശ്രീരാമനും ലക്ഷ്മണനും ശബരി ആശ്രമത്തിലെത്തി. ശബരിയുടെ നിർദ്ദേശമനുസരിച്ച് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു. സുഗ്രീവൻ മന്ത്രിമാരായ ഞങ്ങളോടൊപ്പം രാമന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സഖ്യത്തിന് തയ്യാറായി. സുഗ്രീവനും രാമനും തമ്മിൽ സഖ്യം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലിയെ വധം ചെയ്ത് സുഗ്രീവന് രാജ്യാഭിഷേകം നടത്തി. സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് രാമകാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. ഭവതിക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമൻ എന്നെ വിളിച്ചിട്ട് രാമനാമം കുത്തിയിരിക്കുന്ന, രാമനാമം എഴുതിയിരിക്കുന്ന ഈ മോതിരം എൻ്റെ കയ്യിൽ തന്നു. ദേവിക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് ഒരു അടയാളവാക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഹനുമാൻ സ്വാമി മോതിരം സീതാദേവിയുടെ കയ്യിൽ സമർപ്പിച്ചു. അടയാളവാക്ക് സീതാദേവിയോട് പറഞ്ഞു. ഇതെല്ലാം കണ്ടും കേട്ടും ആനന്ദബാഷ്പം ധാരധാരയായി ഒഴുകിക്കൊണ്ട് സീതാദേവി ആ മോതിരത്തെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തൻ്റെ ശിരസിലേക്കും തൻ്റെ മാറിലേക്കും ചേർത്ത് പിടിച്ചു. പ്ലവക കുല പരിവൃഢ മഹാമതിവൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരി ദൃഢം. എനിക്കിപ്പോൾ ജീവൻ തന്നത് അല്ലയോ ഹനുമാനെ നീയാണ്. ഹനുമാനെ നോക്കി പറയുകയാണ്, അല്ലയോ വായുപുത്ര, എനിക്ക് ജീവൻ നൽകിയവനാണങ്ങ്. നീ അത്യന്തം വിശ്വസ്തനാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്രകാരം എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളെ മാത്രമേ എൻ്റെ രാമൻ എൻ്റെ സമീപത്തേക്ക് അയക്കുകയുള്ളൂ എന്നെനിക്കറിയാം. എൻ്റെ കഷ്ടതകളെല്ലാം നീ ഇവിടെ കണ്ടുവല്ലോ. നീ അതെല്ലാം ശ്രീരാമനോട് എത്രയും പെട്ടെന്ന് അറിയിക്കണം. 2 മാസം കൂടെയാണ് അവർ എനിക്ക് തന്നിരിക്കുന്ന കാലാവധി. 2 മാസം കഴിഞ്ഞാൽ അവൻ എന്നെ കൊന്ന് തിന്നുക തന്നെ ചെയ്യും. അതിനുള്ളിൽ ഇവിടെ എത്തി രാവണനെ കൊന്ന് എൻ്റെ സങ്കടം തീർത്ത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലയോ വായുപുത്ര അങ്ങ് ശ്രീരാമനോട് പറയണം. അതുവരെ ജീവൻ നിലനിർത്താൻ ഞാൻ ആവതും ശ്രമിക്കാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവിക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, മാതാവേ, അത്രയും തന്നെ താമസിക്കുകയില്ല. 2 മാസം കാലതാമസം വരികയില്ല. ഞാൻ ഈ വാർത്തകൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ തീർച്ചയായിട്ടും ശ്രീരാമൻ അനുജനോടും വാനര സൈന്യത്തോടും ചേർന്ന് ഇവിടെ എത്തിച്ചേർന്ന് രാവണനെ കുലത്തോടുകൂടി വധിച്ച് ഭവതിയെ വീണ്ടെടുത്ത് അയോധ്യയ്ക്ക് എഴുന്നള്ളുക തന്നെ ചെയ്യും എന്ന് സീതാദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി പറയുകയാണ്. ഈ വാക്കുകൾ കേട്ട സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറയുന്നു, അല്ലയോ വായുസുത,
ശ്രീരാമചന്ദ്രൻ വലിയ വാനര സൈന്യത്തോടുകൂടി വിസ്തൃതമായിട്ടുള്ള ഈ സമുദ്രം മറികടന്ന് എങ്ങനെയാണ് ലങ്കയിൽ എത്തിച്ചേരുക? അതിന് മറുപടിയായിട്ട് ഹനുമാൻ സ്വാമി പറയുകയാണ്, ദേവി സംശയിക്കേണ്ടതില്ല. വേണ്ടി വന്നാൽ രാമലക്ഷ്മണന്മാരെ ഞാൻ എൻ്റെ ചുമലിൽ എടുത്തുകൊണ്ടുവന്ന് വാനര സൈന്യത്തോടുകൂടി ചുമലിൽ എടുത്തുകൊണ്ടുവന്ന് ഇക്കരെ എത്തിക്കും. ഈ ലങ്കയെ രാക്ഷസന്മാരെയൊക്കെ രാമബാണം കൊണ്ട് ഞാൻ ഭസ്മമാക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ ഭഗവതി, എനിക്ക് പോകാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദേവിയെ കണ്ടു എന്നുള്ളതിന് എനിക്ക് ശ്രീരാമനിൽ വിശ്വാസം വരുത്തുന്നതിന് ഒരടയാളവും വാക്യവും നൽകണം എന്ന് പറയുന്നു. ഇത് കേട്ട സീതാദേവി അല്പസമയം ആലോചിച്ചതിന് ശേഷം തന്റെ ശിരസിൽ അണിഞ്ഞിരുന്ന ചൂടാരത്നം എടുത്ത് ഹനുമാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ശൃണു തനയ പുനർ ഒരടയാളവാക്യം, അല്ലയോ മകനെ, ഞാനിതാ നിനക്ക് ഒരടയാളവാക്യം പറയാമെന്ന് പറയുന്നു. തന്റെ ശിരസിൽ ധരിച്ച ചൂടാരത്നം ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതേപോലെ ഒരു അടയാളവാക്ക് പറയുകയാണ്. അത് വളരെ രഹസ്യമായിട്ട് ശ്രീരാമനോട് നീ പറയണം എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിശ്വാസം വരുമെന്ന് സീതാദേവി കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ചിത്രകൂടത്തിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഞാൻ എള്ളുണ്ടകൾ ഉണക്കി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ശിരസ് എൻ്റെ മടിയിൽ വെച്ചിട്ട് മയങ്ങുകയായിരുന്നു. ആ സമയത്ത് ഇന്ദ്രന്റെ മകൻ ജയന്തൻ ഒരു കാക്കയുടെ രൂപം ധരിച്ചുകൊണ്ട് അവിടെ എത്തുകയും ആ പലല ശകലങ്ങൾ കൊത്തുകയും ചെയ്തു. അപ്രകാരം നിരവധി തവണ ആ പലല ശകലങ്ങൾ കൊത്തിയ സമയത്ത് ഞാൻ ആ കാക്കയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് കല്ലെടുത്തെറിഞ്ഞു. ഏറുകൊണ്ട് കുപിതനായ ജയന്തൻ എന്നെ ആക്രമിക്കുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ ഭർത്താവ് ഉണർന്നു നോക്കുകയും ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ക്ഷോഭത്തോടുകൂടി ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അയക്കുകയും ചെയ്തു. ജയന്തൻ ഭയന്ന് ഓടുകയും ദേവലോകത്തും ബ്രഹ്മലോകത്തും കൈലാസത്തിലുമൊക്കെ എത്തിയിട്ട് സങ്കടം പറഞ്ഞിട്ടും യാതൊരു ഫലമുണ്ടാവുകയും ചെയ്തില്ല. അവസാനം ഭഗവാന്റെ കാൽക്കൽ തന്നെ അഭയം പ്രാപിക്കുകയും ഭഗവാൻ അഭയം കൊടുക്കുകയും ചെയ്തു. അസ്ത്രപ്രയോഗം വിഫലമാകരുത് എന്നുള്ളത് കൊണ്ട് അവന്റെ ഒരു കണ്ണു മാത്രം നശിപ്പിച്ച് ഭഗവാൻ അഭയം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ അന്നന്ന് ഓരോരോ ആപത്തുകളിൽ നിന്ന് എന്നെ സംരക്ഷിച്ചിരുന്ന എൻ്റെ ഭർത്താവ് ഇന്ന് എന്നെ ഉപേക്ഷിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ യാതൊരു അപരാധവും അങ്ങയോട് ചെയ്തിട്ടില്ല. എൻ്റെ ദുഷ്കൃതമായിരിക്കുമോ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി കരയുകയാണ്. ഇത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി മറുപടി പറയുന്നു, ഭവതി പുനർ ഇവിടെ മരുവീടുന്നത് ഏതുമേ ഭർത്താവ് അറിയായിക കൊണ്ടുവരാഞ്ഞതും. ഭവതി ഇവിടെ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഭവതി ഇവിടെയാണ് ഉള്ളത് എന്ന കാര്യം ഭർത്താവിന് അറിയാത്തത് കൊണ്ടാണ് വരാത്തത് എന്ന് ഭവതി മനസ്സിലാക്കിയാലും ഇപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് രാക്ഷസന്മാരെയും ലങ്കയുമെല്ലാം വാനരന്മാർ തന്നെ അരനിമിഷം കൊണ്ട് ഭസ്മമാക്കും. ഇത് കേട്ടപ്പോൾ സീതാദേവി ഹനുമാൻ സ്വാമിയോട് ചോദിക്കുന്നു, അല്ലയോ മകനെ, നീ എത്ര കൃശശരീരനാണ്, മറ്റുള്ള വാനരന്മാരും ഇങ്ങനെയായിരിക്കുമല്ലോ. നേരെ മറിച്ച് ഇവിടെയുള്ള രാക്ഷസന്മാർ പർവ്വതാകാരികളാണ്, അത്രയും ഭീകരരൂപികളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവരോട് യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നു. ഉടനെ ഹനുമാൻ സ്വാമി പർവ്വതാകാരമായിട്ട് വലിയ ശരീരം സ്വീകരിക്കുന്നു, പർവ്വതാകാര രൂപനാവുന്നു. എന്നിട്ട് പറയുന്നു, അമ്മേ, ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വാനരന്മാർ നമ്മുടെ സൈന്യത്തിലുണ്ട്, അവരെല്ലാവരും ഇവിടെ വരും. ഹനുമാൻ സ്വാമിയുടെ ഈ വിശ്വരൂപം കണ്ട സമയത്ത് സീതാദേവി പറയുന്നു, രാക്ഷസ കുലത്തെ നശിപ്പിക്കുവാൻ പോന്ന കാലൻ നീ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അല്ലയോ, നീ ഇന്ന് തന്നെ ചൂടാരത്നം ശ്രീരാമന്റെ കൈകളിൽ സമർപ്പിക്കുക, എൻ്റെ സങ്കടങ്ങൾ ഭഗവാനോട് ഉണർത്തിക്കുക. എന്നിട്ട് സൈന്യസമേതം ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരികയും വഴിയിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നിന്റെ യാത്ര ശുഭകരമായി തീരുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹനുമാൻ സ്വാമി ദേവിയുടെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ച് 3 പ്രദക്ഷിണം ചെയ്ത് തൊഴുതുകൊണ്ട് പറയുന്നു, ദേവി അടിയന് വിട നൽകിയാലും. അപ്രകാരം സീതാദേവിയുടെ സമീപത്തു നിന്ന് ഹനുമാൻ സ്വാമി തിരികെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്പമൊന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഒരു രാജാവ് തൻ്റെ ശത്രുവിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ നിയോഗിച്ചാൽ ആ ഒരു കാര്യം ഭംഗിയായി ചെയ്തതിന് ശേഷം രാജാവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം കൂടെ ചെയ്യുകയാണ് എങ്കിൽ അത് ശ്രേഷ്ഠമാണ്, അത് ഉത്തമനായിട്ടുള്ള ദൂതനാണ് എന്ന് ഹനുമാൻ സ്വാമി ചിന്തിക്കുകയും അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന വൃത്താന്തം രാവണനെ അറിയിക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അതിനെന്താണ് മാർഗം എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്
ലങ്കയിലെ ഉദ്യാനമൊക്കെ അടിച്ചു തകർക്കാൻ തുടങ്ങി. ശിംശബാ വൃക്ഷ ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നത് കൊണ്ട് ആ വൃക്ഷമൊഴികെ മറ്റുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ തല്ലി തകർക്കാൻ തുടങ്ങി. വൃക്ഷങ്ങൾ പൊട്ടി അലറി വീഴുന്ന ശബ്ദവും അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അലർച്ചയും ഇളകിപ്പറക്കുന്ന പക്ഷികളുടെയും ശബ്ദവുമെല്ലാം കൊണ്ട് ആ അന്തരീക്ഷമാകെ ഭീകരമായി തീർന്നു. വീരപരാക്രമിയായ ഹനുമാൻ സ്വാമി ലങ്കാനഗരം മുഴുവൻ ക്ഷണനേരം കൊണ്ട് അടിച്ച് തകർക്കാൻ തുടങ്ങി. ഈ ബഹളമെല്ലാം കേട്ട് സീതാദേവിയുടെ സമീപത്തിരുന്ന രാക്ഷസ സ്ത്രീകൾ ഉണരുകയും അവർ ഭയത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ പരാക്രമം കാണുകയും ചെയ്യുന്നു. അവർ സീതാദേവിയോട് ചോദിക്കുന്നു, ഇതാരാണ് എന്ന് നിനക്കറിയാമോ? നിന്നെ അന്വേഷിച്ച് വന്നവനാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സീതാദേവി തന്ത്രപരമായിട്ട് പറയുന്നു, ഇവനെ കാണുമ്പോൾ എനിക്ക് പോലും ഭയമാവുന്നു. അവൻ ആരാണ് എന്ന് എനിക്കറിയില്ല. നിങ്ങളല്ലേ രാക്ഷസികൾ, നിങ്ങളല്ലേ മായ കാണിക്കുന്നത്, അതുകൊണ്ട് ഇവൻ ആരാണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് രാക്ഷസികൾ നേരെ രാവണന്റെ സമീപത്തേക്ക് ഈ വിശേഷം അറിയിക്കുകയാണ്. ഭയന്ന് ഹനുമാന്റെ ഈ പരാക്രമം കണ്ട് ഭയന്ന് ഓടി ഈ രാക്ഷസ സ്ത്രീകൾ രാവണന്റെ സമീപത്തെത്തിയിട്ട് പറയുന്നു, പ്രഭോ, ഭയങ്കരനായിട്ടുള്ളൊരു കാട്ടുജന്തു വന്നിട്ട് നമ്മുടെ പൂങ്കാവനമെല്ലാം അടിച്ചു തകർത്തു. പർവ്വതത്തോളം വലിപ്പമുള്ള അവൻ കാവൽക്കാരെ മുഴുവൻ വധിച്ചു. ഞങ്ങൾക്ക് ഭയമാകുന്നു. യുദ്ധത്തിന് ഒരുങ്ങി ഇരുമ്പ് ഗതയുമേന്തിയിട്ടാണ് അവൻ നിൽക്കുന്നത്. അവൻ ആരെയും തന്നെ ഭയമില്ല. അങ്ങ് രക്ഷിച്ചാലും അവൻ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട രാവണൻ അതിക്രുദ്ധനായിട്ട് രാത്രിയിൽ ഇരുട്ടത്ത് ഒരു ഭയവും കൂടാതെ തന്റെ ഉദ്യാനത്തിൽ വന്ന് തന്റെ ഉദ്യാനപാലകരെയൊക്കെ വധിച്ചവൻ നിസാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആയുധം ധരിച്ച 100,000 വീരന്മാരെ ആ കാട്ടുജന്തുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ്. രാക്ഷസ വീരന്മാർ ഓരോരുത്തരായിട്ട് പാഞ്ഞെടുക്കുന്നത് കണ്ട ഹനുമാൻ ഭൂമി കുലുങ്ങുന്ന വണ്ണം ഒന്ന് ഗർജിച്ചു. ആ ഗർജനം കേട്ട മാത്രയിൽ തന്നെ രാക്ഷസന്മാർ ബോധരഹിതരായിട്ട് നിലംപതിച്ചു. അല്പസമയത്തിന് ശേഷം അവർ യുദ്ധത്തിന് തയ്യാറാവുകയും ഹനുമാൻ സ്വാമിയുടെ ആയുധ പ്രയോഗം കൊണ്ട് ഹനുമാൻ സ്വാമി കുതിച്ചുയർന്ന് തന്റെ ആ ഗദ കൊണ്ട് 100,000 രാക്ഷസന്മാരെയും കാലപുരിക്ക് അയക്കുകയും ചെയ്തു. ഇത് കേട്ട രാവണൻ സേനാനായകന്മാർ 5 പേർ പോയിട്ട് നിഗ്രഹിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആ സേനാനായകന്മാർ 5 പേരെയും ഹനുമാൻ സ്വാമി വധിച്ചു. അവൻ അസാമാന്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ രാവണൻ ലോകവിജയികളായ മന്ത്രിപുത്രന്മാർ 7 പേർ ഹനുമാൻ സ്വാമിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് പോകട്ടെ എന്ന് കൽപ്പിച്ചു. കാരണം ഈ മന്ത്രിപുത്രന്മാർ പരാക്രമശാലികളാണ്. ഒരു മന്ത്രിപുത്രൻ യുദ്ധത്തിന് വന്നാൽ പോലും ദേവാസുര വർഗം മുഴുവൻ ഓടിയൊളിക്കും. അങ്ങനെയുള്ള 7 മന്ത്രിപുത്രന്മാരാണ് ഹനുമാൻ സ്വാമിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവനോടുകൂടി പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചത്. കൽപ്പന കേട്ട ഉടനെ തന്നെ വീരന്മാരായ മന്ത്രിപുത്രന്മാർ വേണ്ടത്ര സൈന്യങ്ങളോട് കൂടിയിട്ട് പലവിധ ആയുധങ്ങളും ഏന്തിയിട്ട് അട്ടഹസിച്ചുകൊണ്ട് യുദ്ധത്തിന് ചെന്നു. ഇരുമ്പ് ഗതയുമായി അട്ടഹസിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ മുമ്പിലേക്ക് അവർ എത്തുമ്പോൾ ഹനുമാൻ സ്വാമി ആ ഗത കൊണ്ട് 7 പേരുടെയും ജീവനെടുത്തു. മന്ത്രിപുത്രന്മാരും സൈന്യവും എല്ലാം അവസാനിച്ചു എന്ന് മരിച്ചു എന്ന് കേട്ട രാവണന് വളരെ വളരെ ആധിയായി. കാരണം അവനോട് യുദ്ധം ചെയ്യുവാൻ ഇനി ഇവിടെ ആരാണ് ഉള്ളത് എന്ന ശങ്ക രാവണന്റെ മനസ്സിലുണ്ട്. മന്ത്രിപുത്രന്മാരിൽ ഒരാൾ പോലും യുദ്ധത്തിന് വന്നാൽ ദേവാസുര വർഗം ഓടിയൊളിക്കുന്ന ആ സാഹചര്യത്തിലാണ് 7 മന്ത്രിപുത്രന്മാരെ ഒരൊറ്റ ജന്തു വധിച്ചത് എന്ന് രാവണൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇളയമകനായ അക്ഷയകുമാരൻ, രാവണന്റെ ഇളയമകനായ അക്ഷയകുമാരൻ വിനയത്തോടുകൂടി പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ക്ഷീണിക്കേണ്ടതില്ല. ആ ഭയങ്കരനായ ശത്രുവിനെ അല്പസമയം കൊണ്ട് തന്നെ ഞാൻ ബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്ഷയകുമാരൻ ഹനുമാൻ സ്വാമിയുടെ സമീപത്തേക്ക് ചെന്നു. അക്ഷയകുമാരനെ കണ്ട ഹനുമാൻ സ്വാമി ആ ലങ്കാ ഗോപുരത്തിന്റെ കമാനത്തിന് മുകളിൽ കയറി. അക്ഷയകുമാരൻ അടുത്തെത്തിയ സമയത്ത് കുമാരൻ ബാണങ്ങൾ കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിലേക്ക് എയ്ത സമയത്ത് ഹനുമാൻ സ്വാമി വേഗത്തിൽ കുതിച്ചു പൊങ്ങി വന്ന് അക്ഷകുമാരനെ ആ സമയത്ത് തന്നെ ആ നിമിഷം തന്നെ വധിക്കുകയാണ്. തന്റെ മകൻ മരിച്ച വാർത്ത കൂടെ കേട്ടപ്പോൾ രാവണൻ വളരെ വളരെ ദുഃഖത്തിലാണ്ടു. ഇന്ദ്രനെ ജയിച്ച മേഘനാഥനെ മാറിൽ അണച്ചുകൊണ്ട് രാവണൻ പറയുകയാണ്, പ്രിയപുത്ര, നിന്റെ സഹോദരനെ ആ ജന്തു വധിച്ചു. അവന് ഇനിയും ഇങ്ങനെ വിടാൻ കഴിയുകയില്ല. നീ അവനെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അതിനുശേഷം മതി നിന്റെ സഹോദരന്റെ ശേഷക്രിയകൾ പോലും എന്ന് പറയുകയാണ്. പിതാവിന്റെ വാക്കുകൾ കേട്ട ഇന്ദ്രജിത്ത്, പിതാവെ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാസ്ത്രം എയ്ത് ബന്ധിച്ച് ഞാൻ അവനെ കൊണ്ടുവരാം എന്ന് കൽപ്പിച്ചിട്ട് ഇന്ദ്രനെ ജയിച്ച നമ്മോട് ഒരു വാനരൻ യുദ്ധത്തിന് വന്നത് അത്ഭുതമായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നേരെ ഇന്ദ്രജിത്ത് ഹനുമാൻ സ്വാമിയുടെ സമീപത്തേക്ക് പോവുകയാണ്. അപ്രകാരം ഇന്ദ്രജിത്ത് പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് ഹനുമാൻ സ്വാമിയുടെ സമീപത്തേക്ക് എത്തിച്ചേരുകയും ഹനുമാൻ സ്വാമിയോട് യുദ്ധത്തിന് എതിരിടാൻ തുടങ്ങുകയും ചെയ്തു.
ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിൽ അതിശക്തമായിട്ട് പൊരുതി. ഇന്ദ്രജിത്ത് ഹനുമാന്റെ ശരീരത്തെ അമ്പുകൾ കൊണ്ട് മുറിപ്പെടുത്തി. രോഷം പൂണ്ട ഹനുമാൻ തൻ്റെ ഗദ കൊണ്ട് ഇന്ദ്രജിത്തിന്റെ തേരാളിയെയും കുതിരകളെയും ഒക്കെ കൊന്നു, തേരും നശിപ്പിച്ചു. ഇന്ദ്രജിത്ത് വേറൊരു തേര് കൊണ്ടുവന്ന് അതിൽ നിന്നുകൊണ്ട് അസ്ത്രപ്രയോഗം തുടങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. അനിലതനും അതിനെ ബഹുമതിയോട് ഉടൻ ആദരിച്ച് ആ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് വായുസുതൻ ഹനുമാൻ മോഹിച്ചു വീണിത് ഭൂതലേ. ദശവദന സുതനൻ അനിൽ തനയൻ അവനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. ബ്രഹ്മാസ്ത്രം ചെയ്ത സമയത്ത് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി അതിന് അനുസരിച്ച് അവിടെ ബോധരഹിതനായിട്ട് കിടക്കുന്നത് പോലെ ഭാവിച്ചു. ഇന്ദ്രജിത്താവട്ടെ ഹനുമാൻ സ്വാമിയെ ബന്ധിച്ച് നേരെ തന്റെ പിതാവായ രാവണന്റെ മുൻപിൽ കൊണ്ടുവച്ച് വണങ്ങി. പവനത്തിന് മനസ്സിൽ പീഡയുണ്ടായില്ല, പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. ഇത്രയൊക്കെ യുദ്ധം കൊണ്ട് തന്റെ ശരീരത്തിൽ അമ്പുകളേറ്റെങ്കിലും ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിതനായെങ്കിലും പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിന്റെ ബലം കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് യാതൊരു തരത്തിലും ദുഃഖമുണ്ടായില്ല, വേദനയുണ്ടായില്ല. അപ്രകാരം ബോധരഹിതനെ പോലെ കിടന്നു കൊടുത്തപ്പോൾ ഹനുമാൻ സ്വാമി ബ്രഹ്മാസ്ത്രം കൊണ്ട് ബോധരഹിതനായി കിടക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ട് രാക്ഷസന്മാർ അടുത്തു വന്ന് കയറുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ബന്ധിച്ചു. ബ്രഹ്മാസ്ത്രം അതിന്റെ കെട്ട് അയഞ്ഞു. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ബന്ധനം അഴിഞ്ഞ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് ഒരു ആശ്വാസമായി. എങ്കിലും രാക്ഷസന്മാർ ആർത്തു വിളിച്ചെടുത്തു കൊണ്ടുപോയപ്പോൾ കാര്യ ഗൗരവമോർത്ത് നിശ്ചലനായി കിടന്നതേയുള്ളൂ. അപ്രകാരം ഹനുമാനെ കെട്ടിവരഞ്ഞ് രാവണന്റെ മുമ്പിൽ എത്തിച്ചിട്ട് ഇന്ദ്രജിത്ത് പറയുകയാണ്, പിതാവേ, യുദ്ധത്തിന് നിരവധി പേരെ വധിച്ച ഇവൻ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധനസ്ഥനായിട്ടുണ്ട്. ഇനി മന്ത്രിമാരുമായിട്ട് ആലോചിച്ചിട്ട് ഇവനെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും ഈ കുരങ്ങൻ സാമാന്യനല്ല, ശത്രുക്കൾക്ക് ഇവൻ കാലനാണ് എന്നെനിക്ക് ബോധ്യമായി എന്ന് പറയുന്നു. ഇത് കേട്ട രാവണൻ നല്ലവണ്ണം ചിന്തിച്ച് തന്റെ സമീപത്തുള്ള മന്ത്രിമാരോട് ആലോചിക്കുന്നു. മന്ത്രിസത്തമനായ പ്രഹസ്തനോട് ചോദിക്കുന്നു, ഇവിടെ വരാൻ ഇവൻ കാരണം എന്താണെന്ന് ചോദിക്കണം, ഇവൻ ആരാണെന്ന് അന്വേഷിക്കണം, എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കണം, എന്താണ് വരവിന്റെ ഉദ്ദേശമെന്നറിയണം, ആരുടെ ദൂതനാണെന്ന് അറിയണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രഹസ്തനെ ചുമതലപ്പെടുത്തുന്നു. പ്രഹസ്തൻ അതെല്ലാം ഹനുമാനോട് ചോദിക്കുന്നു. ഹനുമാൻ സ്വാമിയോട് പറയുന്നു, ഈ രാജസഭ ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ്, ഇവിടെ നീതി ലഭിക്കും, അതുകൊണ്ട് അങ്ങ് ആരുടെ ദൂതനാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറയൂ എന്ന് പറയുന്നു. ഹനുമാൻ സ്വാമി രാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സ്ഫുടവചന മതിവിശദമതി ശൃണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയുക നീ. ജലപ്രഭുവായ ലങ്കേശ്വര, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞാൻ കള്ളം പറയുന്നവനല്ല, ഞാൻ രാമന്റെ ദൂതനാണ്, പേര് ഹനുമാൻ എന്നാണ്. പുരുഷോത്തമൻ പരൻ, പുണ്യപുരുഷനായിരിക്കുന്ന ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ, ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. ശ്രീരാമൻ രഘുപതിയായിരിക്കുന്ന ആ ശ്രീരാമൻ തന്റെ അനുജനോടും തന്റെ പത്നിയോടും ഒരുമിച്ച് കാട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു കള്ള സന്യാസിയായിട്ട് നീ ദേവിയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതല്ലേ? നിന്റെ നാശത്തിന്റെ കാരണമാണ് അത് എന്ന് നീ മനസ്സിലാക്കൂ. അത് വിധികൽപ്പിതമാണ്. ആ രാമൻ ദേവിയെ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന സമയത്ത് മതങ്കാശ്രമത്തിൽ വെച്ച് സുഗ്രീവനെ കണ്ടുമുട്ടുകയും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയും ബാലിയെ വധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീരാമൻ. ബാലി വധത്തിന് ശേഷം സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായിട്ട് വാഴിക്കുകയും ആ സുഗ്രീവന്റെ മന്ത്രിമാരായിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ഞാനിപ്പോൾ സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് സീതാന്വേഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്ന് ദേവിയെ കണ്ടു. ഞാൻ ഉദ്യാനം നശിപ്പിച്ചത് വാനരന്മാരുടെ സ്വഭാവം അതായതുകൊണ്ടാണ്. അപ്രകാരം ഞാൻ ആ ഉദ്യാനം നശിപ്പിക്കുന്ന സമയത്ത് എന്നെ എതിരിടാൻ വേണ്ടി വന്ന ആളുകൾ, രാക്ഷസന്മാർ, അവരെന്നെ കൊല്ലാൻ വേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് അവരെ വധിക്കേണ്ടി വന്നത്. മരണഭയം ആർക്കാണ് ഇല്ലാത്തത്? മാത്രമല്ല, അത് കഴിഞ്ഞ് നിന്റെ പുത്രൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്നെ ബന്ധിക്കാൻ വന്ന സമയത്ത് ഞാൻ അല്പസമയം ബന്ധിതനായിട്ട് ഭാവിച്ചു. ബ്രഹ്മാദികളുടെ വരഫലം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് മരണപീഡയും ദേഹപീഡയും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. എങ്കിലും ബദ്ധനാണെന്ന ഭാവത്തിൽ ഞാൻ ഇവിടെ വന്നതാണ്. അതിന് കാരണം നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ്. വിദ്വാൻമാർ മൂഢന്മാരെ ഉപദേശിച്ചു നന്നാക്കണമെന്ന് വിധിയുണ്ടല്ലോ. അറിവുള്ളവർ അറിവില്ലാത്തവരെ ഉപദേശിച്ച് നന്നാക്കണമെന്ന് വിധിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചില ഗുണദോഷങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അത് വരാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാസ്ത്രം ഏത് സമയത്ത് ബന്ധിതനാണ് എന്ന് ഞാൻ ഭാവിച്ചത്. ഇവിടേക്ക് വരാൻ വേണ്ടിയാണ്, നിന്നോട് ഗുണദോഷങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമി രാവണനെ ഉപദേശിക്കുകയാണ്.
അല്ലയോ അങ്ങ് മായാമോഹത്തിൽപ്പെട്ട് ഉഴരരുത്, മനോഭാവത്തെ ഉപേക്ഷിക്കണം, ഈ ഒരു താമസ മനോഭാവത്തെ ഉപേക്ഷിക്കണം, ഈശ്വര മാർഗത്തെ സ്വീകരിക്കണം, മോക്ഷസിദ്ധിക്ക് അത് കാരണമായി തീരും. ആത്മബോധത്തിന് നീ സർവദാ യോഗ്യനാണ്, രാക്ഷസഭാവം നിനക്ക് ചേർന്നതല്ല. നീ ഒരു കാര്യം ചെയ്യൂ, ശ്രീരാമൻ എന്നത് പരമാത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പരമാത്മാവിനെ അഭയം പ്രാപിക്കുക, പാപങ്ങളെല്ലാം അകന്ന് ശുദ്ധാത്മാവായിട്ട് ജീവിക്കുക. അദ്വൈത ആനന്ദാനുഭൂതി അതുകൊണ്ട് നിനക്ക് വന്നു ചേരും. അതുകൊണ്ട് അല്പമെങ്കിലും അറിവ് നിനക്ക് മനസ്സിലുണ്ടെങ്കിൽ രാമമന്ത്രത്തെ സദാസമയം ജപിക്കണം, രാമപാദങ്ങളെ എപ്പോഴും ധ്യാനിക്കണം. രാമരാമേതി സദൈവ ജപിക്കുകയും രതി സപതി നിജ ഹൃദി വിഹായ നിത്യം മുത രാമപദധ്യാനം രാമപദധ്യാനം ഉള്ളിൽ ഉറയ്ക്കയും അത് വേണം, അറിവ് നിനക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നു. അന്യന്റെ ധനത്തെയും പത്നിയെയും മോഹിച്ച് പാപം സമ്പാദിച്ച് അധപ്പതിക്കാതെ, അല്ലയോ രാവണ, നീ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് നീ ഇപ്പോൾ സീതാദേവിയെ തിരിച്ചേൽപ്പിക്കണം. എന്തൊക്കെ അപരാധങ്ങൾ പ്രവർത്തിച്ചാലും അഭയം തരണമെന്ന് അപേക്ഷിച്ചാൽ ശ്രീരാമൻ അഭയം നൽകുക തന്നെ ചെയ്യും. എന്തൊക്കെ അപരാധങ്ങൾ പ്രവർത്തിച്ചാലും അഭയം പ്രാപിക്കുന്നവരോട് ഇത്ര കരുണയുള്ളവൻ മറ്റാരുമില്ല. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നീ അഭയം പ്രാപിച്ചാലും, ഇതൊന്നും ഞാൻ പറയുന്ന വാക്കുകളല്ല, എന്റെ അഭിപ്രായവുമല്ല, ഇത് സനകാദി മഹർഷിമാരും ബ്രഹ്മാദി ദേവന്മാരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് അല്ലയോ രാവണ നീ അറിഞ്ഞാലും എന്ന് പറയുന്നു. ഹനുമാന്റെ അമൃതുല്യമായിട്ടുള്ള വാക്കുകൾ കേട്ട് രാവണൻ ക്രോധാകുലനായിട്ട് പറയുകയാണ്, ആരവിടെ? ഇവനെ കഷണം കഷണമായി വെട്ടി നുറുക്കട്ടെ. ഇത്ര ധിക്കാരം മറ്റാരും എൻ്റെ മുമ്പിൽ കാണിച്ചിട്ടില്ല. ഇവന് യാതൊരു ഭയവുമില്ല. എന്നോടൊപ്പം കയറിയിരുന്ന് മറ്റൊരു ജന്തുവും ഇപ്രകാരം ധിക്കാരം കാണിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. രാമൻ എന്ന് പറയുന്നവൻ ആരാണ്? അവന്റെ സഹായിയും കാനനവാസിയുമായ സുഗ്രീവൻ ആരാണ്? അവരെയും സീതയെയും ഇവനെയും ഒക്കെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് രാവണൻ പറയുന്നു. ഇത് കേട്ട് കുപിതനായ ഹനുമാൻ പല്ലും കടിച്ചുകൊണ്ട് പറയുന്നു, എടാ ദുഷ്ട, നിന്റെ ചിന്തകൾ കുറെ കടന്നു പോകുന്നു. നീ പ്രകാരമൊന്നും ചിന്തിക്കേണ്ടതില്ല. നിന്നെ പോലെയുള്ള 100 കോടി രാവണന്മാർ ഒരുമിച്ചെതിർത്താലും എന്റെ ചെറുവിരലിന് കിടപിടിക്കാൻ ആയിട്ടില്ല എന്ന് പറയുന്നു. നിന്നോട് എതിരൊരു 100,000 രജനീചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും നിയതമിത് മമ ചെറുവിരൽക്ക് പോരാ. പിന്നെ നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല. നിന്നെ പോലെയുള്ള 100,000 രാവണന്മാർ എന്നോട് എതിരാൻ വന്നാലും എന്റെ ചെറുവിരലിന് പോലും അവര് ശത്രുക്കളല്ല, അല്ലെങ്കിൽ ചെറുവിരലിന് പോലും കിടപിടിക്കുന്ന രീതിയിലുള്ള ധൈര്യമുള്ളവരോ ഫലമുള്ളവരോ അല്ല. പിന്നെ കശ്മല, നീ എനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഹനുമാൻ സ്വാമി ഇവിടെ പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ടിട്ട് രാവണൻ ഈ കള്ളനെ കൊല്ലാൻ ആയുധമെടുത്ത ഒരു രാക്ഷസന്മാരും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഹനുമാൻ സ്വാമിയെ വധിക്കാൻ വേണ്ടി വാളൂരി വരികയാണ്. ആ സമയത്ത് നീതിമാനായ വിഭീഷണൻ തടുത്തുകൊണ്ട് പറയുന്നു, അരുത്, ഇത് അധർമ്മമാണ്. ഇയാൾ ഒരു ദൂതനാണ്. ദൂതനെ കൊല്ലുക എന്നുള്ളത് രാജാക്കന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. നമ്മൾ ഇവരെ വധിക്കുകയാണെങ്കിൽ ഈ വിശേഷങ്ങളും ഈ വിവരങ്ങളും ഒക്കെ രാമൻ എങ്ങനെയാണ് അറിയുക? അതുകൊണ്ട് ഇവനൊരു അടയാളം കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നതാണ് നല്ലത്. അതാണ് രാജയോഗ്യമായിട്ടുള്ള നയം എന്ന് പറയുന്നു. അത് കേട്ടിട്ട് എല്ലാവരും അത് അംഗീകരിക്കുകയും അപ്രകാരം ഹനുമാൻ സ്വാമിക്ക് ഒരു അടയാളം കൊടുത്ത് പറഞ്ഞയക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. അതിൽ പ്രധാനമായിട്ട് ഹനുമൽ സീതാ സംവാദത്തിൽ സീതാദേവിയുടെ മനോഭാവം അറിയുന്നതിനും സീതയുടെ മറുപടിയും, ഇത് രണ്ടും വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. തന്റെ ഭർത്താവിനെ കുറിച്ച് നിന്ദ്യമായുള്ള വാക്കുകൾ കേട്ടിട്ടും തന്നെ അപഹരിച്ചു കൊണ്ടുവന്ന രാവണന്റെ മഹിമ കേട്ടിട്ടും സീതാദേവിയുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണമാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ. ആ സമയത്ത് സീതാദേവിയുടെ മറുപടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം രാമൻ ആരാണ് എന്നും ഞാൻ എന്തിനാണ് ഇവിടെ ബന്ധിതനായിട്ട് നിൽക്കുന്നത് എന്നും നിന്റെ മരണസമയം അടുത്തിരിക്കുന്നു എന്നും എല്ലാമുള്ള സീതാദേവിയുടെ ആ ഒരു മറുപടി കൃത്യമായിട്ട് എന്താണ് രാമകഥ കൊണ്ട്, രാമായണ സങ്കല്പം കൊണ്ട് സമൂഹത്തിന് ബോധ്യമാകുന്നത് എന്ന് കൃത്യമായിട്ട് ഇവിടെ വരച്ചു കാണിച്ചു തന്നിരിക്കുന്നു. പിന്നീട് ലങ്കാമർദ്ദനം നമ്മൾ കണ്ടു. ഹനുമാൻ രാവണ സഭയിൽ എത്തുന്ന സമയത്ത് ഹനുമാന്റെ ഉപദേശം, രാവണനോട് ഹനുമാൻ സ്വാമി ഉപദേശിക്കുകയാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നും ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കണമെന്നും രാമമന്ത്രം ജപിച്ച് ജീവിക്കണമെന്നും രാമന്റെ പാദങ്ങളെ ആശ്രയിക്കണമെന്നും പറയുമ്പോൾ
ആ കൃത്യമായിട്ടുള്ള ഉപദേശം അവിടെ ഹനുമാൻ സ്വാമി രാവണന് കൊടുക്കുന്നുണ്ട്. രാവണൻ ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇനിയുള്ള ഭാഗങ്ങൾ തന്നെ രാമായണത്തിൽ അപ്രസക്തമാണ്. അത്തരത്തിലുള്ള അവസരം രാവണൻ അവിടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ രാവണൻ ആ സമയത്ത് അത് ചെവിക്കൊള്ളാതെ ഹനുമാൻ സ്വാമിയെ വധിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമി പറയുന്നത്, നിന്നെ പോലെയുള്ള 100,000 രാവണന്മാർ വന്നാലും എൻ്റെ ചെറുവിരലിന് യാതൊരു തരത്തിലും എൻ്റെ ചെറുവിരലിന് പോലും പോരുന്നവരല്ല എന്ന് പറയുന്നത്. ആ സമയത്ത് ഹനുമാൻ സ്വാമിയെ വധിക്കാൻ തുടങ്ങുമ്പോൾ നീതിമാനായ വിഭീഷൺ പറയുന്ന വാക്ക് അത് വളരെ വളരെ ശ്രദ്ധയുള്ളതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ദൂതന്മാരെ കൊല്ലുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ഒരു അടയാളം കൊടുത്ത് രാമനടുത്തേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ വിഭീഷണന്റെ ധർമ്മചിന്ത എത്രത്തോളം വലുതാണ് എന്നുള്ളൊരു പാഠ്യവും നമുക്ക് അവിടെ ലഭിക്കുന്നു. ഇത്തരത്തിൽ ധർമ്മവും അധർമ്മവും ഏത് രീതിയിലാണ് സമൂഹത്തിലും വ്യക്തിജീവിതത്തിലും ഉള്ളത് എന്നും അതിന് എപ്രകാരമാണ് സ്വീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യേണ്ടത് എന്നുള്ള പാഠവും രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഈ ഭാഗവും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഗുരുപരമ്പര നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത सीतारामचंद्र भगवान की जय.